കേരളത്തിലെ ഗവൺമെന്റും ഇതിനെ സപ്പോർട്ട് ചെയ്യുകയാണോ എന്നുള്ളൊരു ചോദ്യം എനിക്കുണ്ട്. ഈ ഒരു മതം ഉപേക്ഷിക്കുന്നതാണ് ഇന്ന് എനിക്ക് തോന്നുന്നു നല്ലത്. കാരണം ഉണ്ടല്ലോ, മദ്രസകളിലും പള്ളികളിലും നല്ല നല്ല മഹാന്മാരും പണ്ഡിതന്മാരൊക്കെ പഠിപ്പിക്കുന്നത് ഹിന്ദു, ക്രിസ്ത്യൻസ്, മറ്റു മതക്കാരൊക്കെ നമ്മുടെ ശത്രുക്കളാണ്, മുസ്ലിങ്ങളുടെ ശത്രുക്കളാണ്, നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയാണ് അവർ വരുന്നത് എന്നൊക്കെയാണ് പഠിപ്പിക്കുന്നതെന്ന് ഞാനല്ല പറയുന്നത്. ഒരു കൂട്ടം വിഭാഗം ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിലും കേരളത്തിലേക്ക് ഒട്ടാകെ കാണിച്ചു തരാം, അവരെയൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ പൊലുമ്പാണ്. അതായത് നല്ല നല്ല സദസ്സുകളിലും അതുപോലെ വേദികളിലൊക്കെ ഓപ്പണായിട്ട് പബ്ലിക്കലി ഇങ്ങനെ പറഞ്ഞു തുപ്പുകയാണ്. ഇന്നേ വരെ ഞാൻ ഈ ഒരു മതം ഉപേക്ഷിക്കാൻ തയ്യാറ് തന്നെ. കലിമ ചൊല്ലി ആണല്ലോ നമ്മുടെ പകൽഗ്രാമിൽ ആ 26 പേരെ ഇല്ലാതാക്കിയത് കലിമ ചൊല്ലാത്തതിൻ്റെ പേരിലാണ് എന്ന് പറഞ്ഞു. അത് മുസ്ലിങ്ങൾ ഒന്നടങ്കം തീവ്രവാദികളായി മാറിയ ഒരു കാലമായിരുന്നു നമുക്ക് കുറച്ച് ദിവസങ്ങളിലായി. ഇന്നും അതിൻ്റെ കെട്ടിറങ്ങിയിട്ടില്ല. നമുക്കറിയാലോ, നമ്മുടെ അത് ആ ഒരു സിന്ദൂർ എന്ന് പറയുന്ന യുദ്ധം അല്ലെങ്കിൽ അത് കോർഡിനേഷൻ ചെയ്ത ഒരു വ്യക്തി, ഒരു സ്ത്രീയാണത്. അവരുടെ പേര് ഒരു മുസ്ലിം ആയതിൻ്റെ പേരിൽ അവരുടെ സഹോദരി എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ നമ്മുടെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ തന്നെ ഒരു മന്ത്രി ഒരു പൊതു സദസ്സിൽ അവരെ അങ്ങോട്ട് ആക്ഷേപിക്കുകയാണ്. ആരാ പറയുന്നത്? നിങ്ങളൊരു കാര്യം ചെയ്തേ, നിങ്ങൾക്ക് ഇനിയിപ്പോൾ കലിമ അറിയാൻ പാടില്ലെങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു, ഇതാണ് കലിമ. പഠിച്ചു വെച്ചു. ഇല്ല, എല്ലാവരും ഇനി പഠിച്ചു വയ്ക്കുന്നതല്ലാണ്ട്. ഇപ്പോൾ തീവ്രവാദികളെല്ലാം മുസ്ലിങ്ങളാണല്ലോ വന്ന് കൊല്ലുന്നത് അല്ലെങ്കിൽ ഇല്ലാതാക്കുന്നതെന്ന് പറയുന്നത്. ഈ മതം നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറായി എന്ന് പറയുന്ന ഒരേ ഒരു ഇതുള്ളൂ. ഏതെങ്കിലും പൊതു സദസ്സുകൾ, ഏതെങ്കിലും ജനങ്ങളെല്ലാവരും അംഗീകരിച്ച ഒരു പണ്ഡിതൻ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ഒരു പണ്ഡിതനോ ആരെങ്കിലും ഒരു ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലിം വേറെ ഏത് മതക്കാരെയെങ്കിലും ക്രൂരമായിട്ട് ഇല്ലാതാക്കാനോ ഈ മതം സംരക്ഷിക്കാനോ അങ്ങനെ എന്തെങ്കിലും പരിശീലനം നടത്താനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രസംഗം നടത്തുകയോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ മുന്നിൽ ഒരു തെളിവായിട്ട് ഇന്ന് ഈ സമൂഹത്തിൽ കാണിച്ചു തരാൻ പറ്റും? ഞാൻ കണ്ടിട്ടില്ല ഇന്നേ വരെ. ഞാൻ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന, ഞാൻ ഈ ഒരു മതക്കാരനായിട്ട് സപ്പോർട്ട് ചെയ്യും, ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എതിർത്ത് തന്നെ പറയും. ഇതുപോലെ ഭീകരവാദം, ഇതേപോലെ ഇവരെ പോലെ എത്രയെത്ര അടയാളങ്ങൾ, എത്രയെത്ര കാരണങ്ങൾ നമ്മൾ കാണിച്ചു തരാം നിങ്ങളുടെ മുന്നിൽ. ഇന്ന് ഓരോ സോഷ്യൽ മീഡിയയിലും ഓരോ സദസ്സുകളിലും അതും ആയിരക്കണക്കിനും 10,000-കണക്കിനും ഇവരുടെ ഇത് കേൾക്കാൻ വേണ്ടി വന്നിരിക്കുമ്പോഴുള്ളൂ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് പേടിയുണ്ട്, നല്ലൊരു പേടിയുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കേൾക്കാനും ഇന്ന് ജനങ്ങൾ കൂടിത്തരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലേക്ക് വിഷം കുത്തിവെച്ച് അത് നിറച്ചുകൊണ്ടിരിക്കുക. കാരണം ഏറ്റവും വലിയൊരു തെളിവാണ് ഈ ഒരു മനുഷ്യൻ ഈ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഒരു ശ്മശാനത്തിലൂടെ കടന്നു പോകുന്ന പ്രതീതിയാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ തെരുവിലൂടെ വൈകുന്നേരം സഞ്ചരിച്ചാലുള്ളത്. അവിടെ നമ്മൾ ശവവർമ്മയാണ് കഴിക്കുന്നത്. ചിലരതിന് ഷവർമ്മ എന്ന് പറയുന്നുണ്ട്. കഴിക്കുന്നത് വർമ്മയാണ്, കഴിക്കുന്നത് ശവമാണ്. അതുകൊണ്ടാണ് അതിന് ശവവർമ്മ എന്ന പേര്. കേരളത്തിൽ ഷവർമ്മ കഴിച്ച് അനേകം പേര് മരിച്ചു. അതിലൊരു മുഹമ്മദ് ഇല്ല, അതിലൊരു ആയിഷ ഇല്ല, അതിലൊരു തോമസ് ഇല്ല, പക്ഷെ അതിൽ വർമ്മ ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അത്